ഓൾറൈറ്റ്. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് നമ്മളെ കാണാൻ ഒടുക്കത്തെ ലുക്കായിരിക്കും. പക്ഷേ വേറൊരാൾ ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ച് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ DSLR ഉപയോഗിച്ച് നമ്മുടെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെയല്ല നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ്. നമ്മുടെ ഫേസിൻ്റെ ഷേപ്പിന് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പെൻസിലോ അല്ലെങ്കിൽ ഒരു മാർക്കറോ എടുത്തിട്ട് നമ്മുടെ ഫേസിന് നടുക്കൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ഫേസിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ ചീക്ക് ബോൺസും ജോ ലൈൻ്റെ സ്ട്രക്ചറും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പല പല വ്യത്യാസങ്ങളുണ്ട്. രണ്ട് സൈഡും 99% ആളുകൾക്കും ഒരുപോലെ ആയിരിക്കില്ല ഉണ്ടാവുക. അതിന് സയൻറ്റിഫിക്കലി പറയുന്ന പേരാണ് ഫേഷ്യൽ അസിമെട്രി. ഈവൻ നമ്മൾ നല്ല ഭംഗിയായിട്ട് വിചാരിക്കുന്ന ഫിലിം സ്റ്റാർസ് ആയാലും മോഡൽസ് ആയാലും എല്ലാവർക്കും ഈ ഫേഷ്യൽ അസിമെട്രി ഉണ്ട്. ഒരു തരത്തിൽ ഈ ഫേഷ്യൽ അസിമെട്രി ചില ആളുകളെ അട്രാക്റ്റീവ് ആക്കുകയാണ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ അല്ലെങ്കിൽ നിങ്ങൾ കണ്ണാടിയിൽ മിററിൽ കാണുന്നത് നിങ്ങളുടെ ഫ്ലിപ്പായിട്ടുള്ള ഇൻവേഴ്സ് ആയിട്ടുള്ള ഇമേജാണ്. അതാണ് നിങ്ങൾ ചെറുപ്പം മുതലേ നിങ്ങളുടെ ബ്രെയിനും നിങ്ങളും കണ്ട് ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങളൊരാൾ ഫോണിൽ ബാക്ക് ക്യാമറയിൽ എടുത്ത് ഫോട്ടോ കാണിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് കൺഫ്യൂഷനായി. ഇങ്ങനെയല്ലല്ലോ ശരിക്കും ഞാനുള്ളത് എന്നുള്ളൊരു തോട്ട് വരും. അതുകൊണ്ടാണ് പല ആളുകളും ഫോണിൻ്റെ ബാക്ക് ക്യാമറയിലുള്ള ഫോട്ടോ അക്സെപ്റ്റ് ചെയ്യാത്തതും അല്ലെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നതൊക്കെ. ചില ആളുകൾക്ക് ഫേസിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെ ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അതിന് നമ്മൾ സിമെട്രിക്കൽ ഫേസ് എന്ന് പറയാം. പക്ഷേങ്കിൽ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരുപാട് ഭംഗിയുള്ള സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഫേസ് അതുപോലെ നമ്മൾ ചേർത്ത് ഒരേപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ക്രീപ്പി ആയിട്ടുള്ള ഒരു മോശമായിട്ടുള്ള ലുക്കായിരിക്കും വരിക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എല്ലാവർക്കും റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും മുഖത്തിൻ്റെത് ഒരുപോലെയാണെങ്കിൽ ഭംഗി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് സിവിയറായിട്ടുള്ള കേസ് ഉണ്ടെങ്കിൽ, അതായത് ഒരു മുഖത്തിൻ്റെ ഒരു സൈഡിനെ അപേക്ഷിച്ച് മറ്റേ സൈഡ് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുള്ളതെന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒരുപാട് ആളുകൾ പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് മുഖത്തിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ജനറ്റിക്സ് വഴിയാണെന്നാണ്. ഈവൻ അങ്ങനെയാണെങ്കിൽ പോലും നല്ല ജനറ്റിക്സ് ഉള്ള ആളുകൾ പോലും നിങ്ങളുടെ ജീവിത ശൈലികളും ഹാബിറ്റുകളും കൊണ്ട് നിങ്ങളുടെ ഫേസിൻ്റെ ഷേപ്പ് പതിയെ പതിയെ നിങ്ങൾ വളർന്നു വരുമ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെറുപ്പം മുതലേ ലെഫ്റ്റ് സൈഡിൽ തല വെച്ചിട്ട് ചെരിഞ്ഞ് കിടന്നുറങ്ങി ശീലിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾ വളർന്നു വരുന്ന സമയത്ത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലെ ചീക്ക് ബോൺസും ജോ ലൈനൊക്കെ ഭയങ്കരമായിട്ട് തള്ളി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. നേരം തിരിച്ച് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ആ സ്ഥലം മൊത്തം ഫ്ലാറ്റ് ആയിരിക്കും. ഇത് സിമ്പിൾ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജിമ്മിലൊക്കെ പോയിട്ട് വലത്തെ കൈക്ക് മാത്രമാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇടത്തെ കൈ ഒന്നും ചെയ്യുന്നില്ല. വലത്തെ കൈക്ക് നിങ്ങൾ ഡെയിലി ബൈസെപ്സിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങളുടെ വലത്തെ കൈ നല്ല വലുതായിട്ട് ബൈസെപ്സൊക്കെ ഉരുണ്ട് തടിച്ചിട്ട് വരും. പക്ഷേ എങ്കിൽ നിങ്ങളുടെ ഇടത്തെ കൈ അപ്പോഴും സ്കിന്നി ആയിട്ട് പഴയ പോലെ തന്നെ ഉണ്ടാവും. ഈ സിമ്പിൾ തിയറിയാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ ചെറുപ്പം മുതലേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വലത്തെ സൈഡിലെ ജോ ഉപയോഗിച്ചിട്ടാണ്, വലത്തെ സൈഡിലെ പല്ല് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ചവച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുക. വളരെ കാലം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വലത്തെ സൈഡിലെ ജോ നന്നായിട്ട് വികസിച്ചിട്ടുണ്ടാവും, ഇടത്തെ സൈഡിലെ ജോക്ക് വലിയ വികസനം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ഫേസിൻ്റെ രണ്ട് സൈഡും തമ്മിൽ നല്ല വ്യത്യാസം വരും നിങ്ങൾ വളർന്നു വരുന്ന സമയത്ത്. നിങ്ങൾ ചെറുപ്പം മുതലേ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു സൈഡിൽ മാത്രമാണ് ചവച്ചുകൊണ്ടിരുന്നിരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ച്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് തന്നെ ആ ശീലം മാറ്റിയിട്ട് മറ്റേ സൈഡിലേക്ക് ആക്കുക. അതായത് ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ചവച്ച് തുടങ്ങുക. നിങ്ങളുടെ ബ്രെയിനിന് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ തന്നെ ഫോഴ്സ് ചെയ്തിട്ട് മറ്റേ സൈഡിൽ ചവച്ച് തുടങ്ങുക. എസ്പെഷ്യലി ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ നിങ്ങളുടെ ജോയും നിങ്ങളുടെ ഫേസൊക്കെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നിങ്ങൾ ഇതുപോലുള്ള ശീലങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലുതാവുന്ന സമയത്ത് നല്ലൊരു ഫേഷ്യൽ സ്ട്രക്ചറും നല്ല ജോ ബോൺസും നല്ല ചീക്ക് ബോൺസും ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഫേഷ്യൽ അസിമെട്രി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫോണിൻ്റെ ബാക്ക് ക്യാമറ എടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ട് അത് ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്താലും മതി. എന്നിട്ട് ചെക്ക് ചെയ്യുക നിങ്ങളുടെ മുഖത്തിൻ്റെ ഏതൊക്കെ സൈഡാണ് ഏതൊക്കെ രീതിയിലാണ് ഉള്ളത് എന്നുള്ളത്. വലത്തെ സൈഡ്, അതായത് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും തമ്മിൽ നിങ്ങൾ നന്നായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾ ചെറുപ്പം മുതലേ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കിടന്ന് ശീലിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഇന്ന് മുതൽ നേരെ ഓപ്പോസിറ്റ് വശത്തേക്ക് ചെരിഞ്ഞ് കിടന്ന് തുടങ്ങുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു വശത്തെ ചീക്ക് ബോൺസും ജോ ലൈനൊക്കെ കറക്റ്റ് ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ മറുവശത്തെ കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ശരിക്കും സയൻസ് പറയുന്നത് ഒരു മനുഷ്യൻ ആക്ച്വലി കിടന്നുറങ്ങേണ്ട രീതി മലർന്ന് കിടന്നുറങ്ങണമെന്ന്. അതായത് രണ്ട് സൈഡിലേക്കും തിരിഞ്ഞ് കിടക്കാണ്ട് മലർന്ന് കിടന്നുറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിൻ്റെ ഡെവലപ്മെൻറ്റ് ഈവനായിട്ട് ഒരുപോലെ സിമെട്രിക്കലായിട്ട് ഫേസ് ഡെവലപ്പ് ചെയ്തിട്ട് വരും. നിങ്ങളുടെ ഫേസിനെ അഫക്റ്റ് ചെയ്യുന്ന വേറൊരു സംഭവമാണ് മൗത്ത് ബ്രീത്തിങ്. ഒരുപാട് ഡോക്ടേഴ്സും ഒരുപാട് സയൻറ്റിസ്റ്റുകളും വളരെ മോശമായിട്ട് കാണുന്ന ഒരു ഹാബിറ്റാണിത്. അതായത് നിങ്ങളുടെ ഫേസിനെ മൊത്തത്തിൽ നിങ്ങൾ വളർന്നു വരുന്ന സമയത്തൊക്കെ നിങ്ങൾ വായിലൂടെ മാത്രം ശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിന് മൊത്തത്തിൽ ഷേപ്പിനെ അഫക്റ്റ് ചെയ്യാൻ അത് ഭയങ്കരമായിട്ട് കാരണമാക്കും. നമ്മൾ എപ്പോഴും ശ്വസിക്കേണ്ടത് മൂക്കിലൂടെ മാത്രമാണ്. ചില ആളുകളൊക്കെ കൂർക്കം വലിക്കുന്ന ആളുകളൊക്കെ രാത്രി ഉറങ്ങുന്ന സമയത്ത് വായിലൂടെ മാത്രം ശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അത് നിങ്ങളുടെ ഫേസിൻ്റെ ഷേപ്പ് മോശമാക്കാൻ നന്നായിട്ട് കാരണമാക്കും. പകൽ സമയത്ത് നിങ്ങൾക്ക് കോൺഷ്യസ് ആയിട്ട് തീരുമാനം എടുക്കാൻ പറ്റും, ഓക്കെ ഞാൻ ഇനി മൂക്കിലൂടെ മാത്രമേ ശ്വസിക്കുള്ളൂ, എന്ത് കാരണം ഉണ്ടായാലും ഞാൻ വായിലൂടെ ശ്വസിക്കില്ല എന്നുള്ളത്.
അതുപോലെ തന്നെ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ലീപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ടേപ്പ് വാങ്ങിക്കാൻ കിട്ടും ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ. അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ ചുണ്ടിൽ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറക്കത്തിലും മൂക്കിലൂടെ മാത്രമേ ശ്വസിക്കുള്ളൂ. നിങ്ങളുടെ ബോഡീനെ തന്നെ ഫോഴ്സ് ചെയ്തിട്ട് മൂക്കിലൂടെ ശ്വസിക്കാൻ ആ ടേപ്പ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് ആക്ച്വലി ഒരുപാട് കാലം ഉണ്ടായിരുന്നൊരു പ്രോബ്ലമാണ് അണ്ടർ ബൈറ്റ്. അതായത് എൻ്റെ താഴെയുള്ള പല്ല് മുകളിലത്തെ പല്ലിനെക്കാളും പൊങ്ങിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞാൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ച് നടത്തി. പക്ഷേ ആകെ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രേസസ് അല്ലെങ്കിൽ ഇൻവിസലൈൻ അങ്ങനത്തെ സംഭവമായിരുന്നു. അന്നത്തെ കാലത്ത് എൻ്റെ കയ്യിൽ വലിയ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രേസസ് ഇട്ടു. അതായത് പല്ലിൽ കമ്പി ഇടുക എന്ന് പറയും. നിങ്ങളിപ്പോൾ എത്ര ഏജോ ആയിക്കോട്ടെ, നിങ്ങളുടെ പല്ലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യേണ്ടത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ചില ആളുകൾ പറയും ആ കുട്ടികളാണ് പല്ലിലൊക്കെ കമ്പി ഇടുക. അത് പല്ലിൽ കമ്പി ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരോട് സംസാരിക്കാൻ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. ഹൂ കെയർസ്? ആരും കെയർ ചെയ്യുന്നില്ല. നിങ്ങൾ 1-2 പ്രാവശ്യം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് കളിയാക്കുന്നല്ലാണ്ട് അത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും നിങ്ങൾ പല്ലിൽ കമ്പിയിട്ടുക എന്നുള്ളത് ഒരു ഗ്ലോബൽ ദുരന്ത വാർത്തയായിട്ട് കൊണ്ടു നടക്കാൻ പോകുന്നില്ല. ഇപ്പം നിങ്ങളുടെ പല്ലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ആസ് ഏർലി ആസ് പോസിബിൾ നിങ്ങളത് ഫിക്സ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ക്യാഷൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇൻവിസാലൈനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിയർ അലൈനേഴ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആരും കാണുക പോലുമില്ല നിങ്ങൾക്ക് പല്ലിന് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് എന്നുള്ളത്. എസ്പെഷ്യലി വളർന്നു വരുന്ന കുട്ടികൾ, ടീനേജേഴ്സ്, ഇവരൊക്കെ പല്ലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യുക, ബ്രേസസ് കാര്യങ്ങളൊക്കെ ഇടുക. കാരണം ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ മന്ത്സ് 5-6 മാസം കൊണ്ട് അത് പെട്ടെന്ന് എന്ത് ചെയ്യും, ക്ലിയർ ആവും. ഇപ്പോൾ നിങ്ങൾ വളരെ സിവിയർ കേസ് ആണെങ്കിൽ മാത്രമേ 1 വർഷത്തേക്കോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലൊക്കെ പോവുള്ളൂ. നിങ്ങൾ അഡൽട്ട് ആണെങ്കിൽ, അതായത് നിങ്ങളൊരു 10-25 വയസ്സോ കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രസ്സും നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനും നന്നായിട്ട് സമയമെടുക്കും. അപ്പോൾ ഏറ്റവും ഏർലി, അതായത് ഏറ്റവും നേരത്തെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസിനെ ആ പ്രശ്നം ബാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലുള്ള ഗോൾസ്, നിങ്ങളുടെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പെൺകുട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കുറവ് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫിക്സ് ചെയ്യേണ്ടത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ചിന്തിച്ചിരിക്കേണ്ട കാര്യമുള്ള ക്യാഷ് ഉണ്ടെങ്കിൽ നേരെ പോയിട്ട് പല്ലിന് കമ്പിയുടെ ബ്രേസസ് ഇടുക. അത് അല്ലെങ്കിൽ ക്യാഷ് കൂടുതലുള്ള ആളുകൾ ഇൻവിസാലൈൻ ഇടുക. ഇനി കൂടുതൽ സിവിയർ ആയിട്ടുള്ള കേസുള്ള ആളുകളുണ്ടെങ്കിൽ സർജറി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ചെയ്യാം. നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ചു വരുന്ന ഒരുപാട് ഹാബിറ്റ്സ്, ഫുഡ് കഴിക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങുന്ന, ഞാൻ പറഞ്ഞ പോലത്തെ എക്സാമ്പിൾസ്, അതുപോലെയുള്ള ഹാബിറ്റ്സ് നിങ്ങളുടെ പല്ലിൻ്റെ, നിങ്ങളുടെ ജോയുടെ ഷേപ്പിനെ നന്നായിട്ട് ബാധിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിന് ഒരു ഓൾമോസ്റ്റ് സിമെട്രി നിങ്ങൾക്ക് കിട്ടും. പിന്നെ യങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടീനേജേഴ്സിനൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് മ്യൂയിങ്. നിങ്ങൾ ചെറുപ്പത്തിൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വലുതാകുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല മോഡൽ ലെവൽ ചീക്ക് ബോൺസും ജോ ലൈനൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ ഒന്നും ചെറുപ്പത്തിൽ എനിക്ക് മ്യൂവിങ്ങിനൊന്നും പറ്റി പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ ആക്സസും കാര്യങ്ങളൊക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പോൾ മ്യൂവിങ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് എങ്ങനെ മ്യൂവിങ് പ്രോപ്പറായിട്ട് ചെയ്യാമെന്നുള്ളത്. അതായത് നിങ്ങളുടെ നാവ് നിങ്ങളുടെ മൗത്തിൻ്റെ, നിങ്ങളുടെ വായുടെ റൂഫിൽ എപ്പോഴും പ്ലേസ് ചെയ്തിട്ട് അവിടെ സക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പല്ല് കടിച്ചു പിടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാജ്വലി നിങ്ങളുടെ ജോ ലൈന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സയൻറ്റിഫിക്കലി എല്ലാവരും പറയുന്നത് നമ്മുടെ നാവിൻ്റെ പൊസിഷൻ ഒരിക്കലും മൗത്തിൻ്റെ താഴെയല്ല, മൗത്തിൻ്റെ റൂഫിലാണ് നമ്മളെപ്പോഴും നാവ് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത്. മ്യൂവിങ്ങിനെ പറ്റിയിട്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഭയങ്കര സംഭവമൊക്കെ ആയിട്ട് പറഞ്ഞു തരുന്നില്ല. കാരണം അത് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ ഒരുപാട്, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക. മ്യൂവിങ് വളരെ യങ് ആയിട്ടുള്ള ആളുകൾക്ക് നല്ല റിസൾട്ട് വളരെ പെട്ടെന്ന് കിട്ടും. ഒരു 10, 25, 30 വയസ്സൊക്കെ ആയ ആളുകൾക്ക് കുറച്ചുകൂടെ ടൈം എടുക്കും അതിൻ്റെ റിസൾട്ട് കിട്ടാൻ. പക്ഷേ അവരുടെ ബ്രീത്തിങ് പാറ്റേണും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ മ്യൂവിങ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഫോണിൻ്റെ ബാക്ക് ക്യാമറയിൽ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ഫേസിൻ്റെ സിമെട്രി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിലും മലർന്ന് കിടന്നിട്ട് ശീലിക്കുക. ഇന്ന് മുതൽ നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ ഇന്ന് മുതലേ മലർന്ന് കിടന്ന് ശീലിച്ച്. കാരണം ചില ആളുകൾക്ക് മലർന്ന് കിടന്നാലൊന്നും ഉറക്കം വരില്ല, ചില ആളുകൾക്ക് ചെരിഞ്ഞ് തന്നെ കിടക്കണം. പക്ഷേ നിങ്ങളുടെ ബോഡീനെ നിങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട്. എന്നാലും നിങ്ങൾക്ക് ഗ്രാജ്വലി വളരെ കാലം കഴിഞ്ഞാലും നിങ്ങളുടെ ഫേസിന്, സ്ട്രക്ചറിന് പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നൊരു കാര്യമാണ് നിങ്ങളുടെ പോസ്ചർ കറക്റ്റ് ചെയ്യണം എന്നുള്ളത്. ഒരുപാട് ആളുകൾക്ക് വളരെ മോശം പോസ്ചറാണ് എപ്പോഴും. കാരണം എല്ലാവരും ഫോണിലേക്ക് നോക്കിയിട്ട് തല ഇങ്ങനെ താഴ്ത്തിയിട്ടാണ് നടക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് മുമ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ വളരെ മോശം പോസ്ചറാണുള്ളത്. നിങ്ങളുടെ ഫേസിൻ്റെ ഷേപ്പ് രൂപപ്പെട്ട് വരുന്നതിൽ നിങ്ങളുടെ നല്ല പോസ്ചർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾ ഏത് ഡോക്ടറോട് ചോദിച്ചാലും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലൊരു പോസ്ചർ ഇന്നു മുതൽ നിങ്ങൾ
പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഇനിയിപ്പോൾ ഞാൻ ഇത്രയും ടിപ്സും ട്രിക്സും ശീലങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റ്സോ മാറ്റാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോസ്മെറ്റിക് ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഡെർമറ്റോളജിക്കൽ ഫില്ലേഴ്സോ അല്ലെങ്കിൽ ബോട്ടോക്സ് ഒക്കെ തരും. അതായത് നിങ്ങളുടെ മുഖത്തിൻ്റെ ഒരു സൈഡ് കുറച്ച് ചപ്പിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു സൈഡിൽ നിങ്ങളുടെ ജോ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഇഞ്ചെക്ട് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ജോയുടെ ഭാഗം ഫില്ല് ചെയ്തിട്ട് തരാൻ പറ്റും. പക്ഷേ അതൊരു ടെമ്പററി ഫിക്സ് മാത്രമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 6 മാസം 7 മാസം കഴിഞ്ഞാൽ പിന്നെയും പോയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുക, എപ്പോഴും നാച്ചുറലി ആയിട്ട് നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് നാച്ചുറലി ഓവർ ടൈം പ്രാക്ടീസ് ചെയ്ത് ഹാബിറ്റ്സ് മാറ്റിയിട്ട് ഫിക്സ് ചെയ്യുക. ഒരിക്കലും ക്വിക്കായിട്ടുള്ള ഫിക്സിന് പോകരുത്. ക്വിക്കായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾ അധികം ലാസ്റ്റ് ചെയ്യില്ല. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്ന ടിപ്സ്, ഹാബിറ്റ്സ്, കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങുക. ഞാനിതൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുമ്പോഴും എനിക്കും അറിയാം എൻ്റെ ഫേസിൻ്റെ സിമെട്രി കറക്റ്റൊന്നും അല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ശീലങ്ങൾ മാറ്റി പുതിയ ശീലങ്ങളെ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആസ് എ മാൻ, അതായത് ഒരു ആണ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ലുക്സ്, നിങ്ങളുടെ ഫൈനാൻസസ്, നിങ്ങളുടെ ഫാഷൻ, നിങ്ങളുടെ നെറ്റ്വർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഓൺലൈൻ വഴി എങ്ങനെ പണം ഉണ്ടാക്കാം, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവരും ഈ വീഡിയോയുടെ ശേഷം അതെല്ലാം ചെക്കൗട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. 1, 2, 3, 4 steps I take from my bed to the floor. 5, 6, 7, 8. Will today be rough or will today be great? 9, 10, 11, 12. Lately I've been going through hell. 13, 14, 15, 16. Today's the day. Are you coming? Are you